Hello dear students, welcome to the 13th lecture of the data analysis and interpretation. In this lecture, we are going to discuss the two-way analysis of the variance and how to perform the problems relating with the two-way analysis of the variance and what are the steps regarding the two-way analysis of the variance. Okay, the last class we discussed what we mean by the term is the ANOVA and what are different classification of ANOVA. And what are situation for applying the ANOVA? What are different situation for applying the ANOVA? We already discussed. And this lecture we are going to discuss what are the steps regarding the two-way analysis of the variance and one example regarding the performing the concept of the two-way analysis of the variance. Okay. And these are the steps regarding the two-way analysis of the variance. നമ്മൾ നേരത്തെ വൺ വേ അനാലിസിസ് പഠിച്ചു. എപ്പോഴാണ് ടു വേ അനോവ യൂസ് ചെയ്യുക? നമുക്കറിയാം കുറച്ച് ക്വസ്റ്റ്യനിൽ രണ്ട് ക്വസ്റ്റ്യൻസ് സ്പെസിഫൈ ചെയ്ത് പറയുക. കോളം ടോട്ടലും റോ ടോട്ടലും ഈക്വൽ ഫീൽഡ് ആയിരിക്കും, അതിന് രണ്ടിന് ഇമ്പോർട്ടൻസ് വരാം. ആ സിറ്റുവേഷൻ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ടു വേ ക്ലാസിഫിക്കേഷൻ ഓഫ് അനോവയാണ് അവിടെ യൂസ് ചെയ്യുക. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ രണ്ട് ഹൈപ്പോസിസിൽ വരാം. കോളം വൈസ് ഇമ്പോർട്ടൻസ് ഉണ്ട്, റോ വൈസ് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ രണ്ട് സിറ്റുവേഷൻസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് രണ്ട് ഹൈപ്പോസിസ് ഒരു സെയിം ടൈം ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ദർ ഇസ് എൻ എക്സാമ്പിൾ, ദർ ഇസ് എ ക്രിയേറ്റിംഗ് ദ നൾ ഹൈപ്പോസിസ് ആൻഡ് ഓൾട്ടർനേറ്റീവ്. ഇവിടെ രണ്ട് നൾ ഹൈപ്പോസിസ് രണ്ട് ഓൾട്ടർനേറ്റീവ് വരും. ദ ഫസ്റ്റ് നൾ ഹൈപ്പോസിസ് ഈസ് എ കോളം വൈസ് ആയിരിക്കാം, ദെൻ അനദർ ഹൈപ്പോസിസ് ഈസ് എ റോ വൈസ് ആയിരിക്കും. അപ്പോൾ രണ്ട് എലമെന്റുകൾക്ക് ഫോക്കസ് വരും, കോളത്തിന് ഇമ്പോർട്ടൻസ് വരും, റോക്ക് ഇമ്പോർട്ടൻസ് വരും. ഇതിന്റെ അർത്ഥം രണ്ട് ഹൈപ്പോസിസ് ഒരു സിംഗിൾ ടൈമിലൂടെ പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇസ് ഡിസൈഡിങ് ഒരു ഹൈപ്പോസിസ്. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്സ് MSE, MSR, MSE. നമ്മൾ വൺ വേയിൽ ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തത്. ഒരു അഡീഷണൽ സ്റ്റെപ്സ് വരും, കോളത്തിന് ഉള്ള ഡാറ്റ വരും. കോളം വൈസ് വെക്കുന്ന ഒരു ഡാറ്റ മാത്രം ഇവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. റോ വൈസ് ഉള്ള ഒരു ഡാറ്റ, കോളല്ല റോ വൈസ്. അതായത് MSCയും MSCയും നമ്മൾ ഓൾറെഡി ഫെമിലിയർ ആണ്, കാരണം അത് രണ്ട് നമ്മൾ വൺ വേ അനോവ ചെയ്യുമ്പോൾ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. MSE is representing the column, then is a total, and MSR ആണ് ഇവിടെ അഡീഷണൽ എലമെന്റ് ആയിട്ട് വരും. ഇതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ബാക്കി എല്ലാം വൺ വേ അനോവയുടെ സ്റ്റെപ്സ് തന്നെയാണ്. റോക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ വൺ വേ ചെയ്യുമ്പോൾ റോക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല, റോ വൈസ് ഡാറ്റാസിന് ഇമ്പോർട്ടൻസ് ഉണ്ടാകുന്നില്ല. പക്ഷേ ടു വേ ചെയ്യുമ്പോൾ നമുക്ക് റോ വൈസ് ഡാറ്റകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. സോ എങ്ങനെയാണ് പെർഫോം ചെയ്യണത്? ലിസൺ. ആൻഡ് ദ ഫസ്റ്റ് സ്റ്റെപ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ടി തന്നെ ഐഡന്റിഫൈ ചെയ്യാം. ഫൈൻഡ് ഔട്ട് ദ ടി, ദാറ്റ് മീൻസ് ഒബ്സർവേഷൻ. നമ്മൾ നേരത്തെ അതേ കാര്യം തന്നെ ഒബ്സർവേഷൻസ് മൊത്തം ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ SST, അതിന്റെ സ്ക്വയേഴ്സ് കണ്ട് അതിന്റെ കറക്ഷൻ ഫാക്ടർ ലെസ് ചെയ്യുന്നു. കറക്ഷൻ ഫാക്ടർ ടി സ്ക്വയർ ഡിവൈഡ് ബൈ ഒരു മാറ്റമില്ല. ദെൻ ഇവിടെയാണ് ഒരു ചേഞ്ച്, SSR കണ്ടുപിടിക്കുന്നത്. അതായത് നേരത്തെ നമ്മൾ കോളത്തിന് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ളൂ, ഇവിടെ റോക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ റോ വൈസ് ടോട്ടൽ എടുത്ത് അതിന്റെ ഒബ്സർവേഷൻ ഡിവൈഡ് ചെയ്ത് ആ കിട്ടുന്ന ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യണം? കറക്ഷൻ ഫാക്ടർ കൊണ്ട് അത് മൈനസ് ചെയ്ത് കളയണം. അപ്പോൾ ഈ കിട്ടുന്ന ടോട്ടൽ മൈനസ് ടി സ്ക്വയർ ഡിവൈഡ് ബൈ n, അതാണ് നമ്മുടെ SSR. അപ്പോൾ ആ ഒരു എലമെന്റ് ആണല്ലോ അഡീഷണൽ വരുന്നത്. റോ വൈസ് ടോട്ടൽ കണ്ട് എന്നിട്ട് സ്ക്വയർ കണ്ട് ദെൻ കറസ്പോണ്ടിങ് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്ത് അങ്ങനെ എത്ര റോ ഉണ്ട് എത്ര റോയുടെ ടോട്ടൽ എടുത്ത് അതിൽ നിന്ന് കറക്ഷൻ ഫാക്ടർ ലെസ് ചെയ്യണം. അവിടെയാണ് SSRന് ഇമ്പോർട്ടൻസ് വരുന്നത്. ദെൻ SSC സെയിം വൺ, കോളം വൈസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ദെൻ കറക്ഷൻ ഫാക്ടർ ലെസ് ചെയ്യുന്നു. ദെൻ SSC, ദാറ്റ് മീൻസ് SST മൈനസ് SSC മൈനസ് SSR. അവിടെ SSC എന്ന് പറയുന്നത് SST നിന്ന് SSRും SSCയും ലെസ് ചെയ്യണതാണ് ഇവിടെ SSC. ദെൻ നെക്സ്റ്റ് MSE ചെയ്യുന്നു, SSC ഡിവൈഡ് ബൈ C മൈനസ് 1, കോളത്തിനാണ് ഇമ്പോർട്ടൻസ്. ദെൻ MSR, SSR ഡിവൈഡ് ബൈ R മൈനസ് 1. Then MSC കണ്ടുപിടിക്കുക. MSC means SSC divided by the C minus 1 into R minus 1. പിന്നെ F ratio, രണ്ട് F ratio വരും. റോ വൈസും കണ്ടുവരും, കോളം വൈസും കണ്ടുവരും. അതാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചേഞ്ച്. അവിടെ കോളത്തിന് മാത്രമേ ഇമ്പോർട്ടൻസ് വന്നുള്ളൂ. ഇവിടെ വരുമ്പോൾ കോളം വൈസും റോ വൈസും ഇമ്പോർട്ടൻസ് രണ്ട് റേഷ്യോ വരും. The FC, that's representing the column. There is MSC divided by the MSE. Then FR representing the row. MSR divided by the MSC. ഇവിടെ റോക്കാണ് ഇമ്പോർട്ടൻസ്, ഇവിടെ കോളത്തിന് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഈ രണ്ട് F ratio ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ടു വേ ക്ലാസിഫിക്കേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എലമെന്റ് വരുന്നത്. പ്രോബ്ലം സൈഡ് ചെയ്യുമ്പോൾ രണ്ട് F ratio കണ്ടുവരും, കോളം വൈസും കണ്ടുവരും, റോ വൈസും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വരും. ഓക്കെ. ദെൻ ആഫ്റ്റർ ഇത് നമുക്കറിയാം ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഐഡന്റിഫൈ ചെയ്യുന്ന ടേബിൾ വാല്യൂ കാണണം. ഇപ്പോൾ F ratio കോളത്തിൻ്റെ കാണണമെങ്കിൽ അവിടുത്തെ ഡിഗ്രി ഓഫ് C minus 1 ദെൻ കോമ C minus 1 into R minus 1 ആണ്. ഇനി റോഡിയാണ് കാണണമെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം പറഞ്ഞത് R minus 1 ദെൻ കോമ C minus 1 into R minus 1 ആണ്.
അപ്പോൾ കോളം വൈസും റോ വൈസ് നമുക്ക് രണ്ട് വാല്യൂസ് കണ്ടുപിടിക്കേണ്ട ടേബിൾ വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരും. അത് ക്വസ്റ്റിന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം, തന്നിട്ടില്ലെങ്കിൽ അസ്യൂം ചെയ്യാം 5%. ഇനി ക്വസ്റ്റിൽ എന്താണ് പറയേണ്ടത് അത് വെച്ചുകൊണ്ട് നമുക്ക് ടേബിൾ വാല്യൂ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 2 എഫ് റേഷ്യോ വരുന്നു, കോളം വൈസും ദെൻ റോ വൈസും. അപ്പോൾ 2 ടേബിൾ വാല്യൂസ് എടുക്കേണ്ടി വരും, കോളം വൈസ് ടേബിൾ വാല്യൂ ദെൻ റോ വൈസ് ടേബിൾ വാല്യൂ എടുക്കേണ്ടി വരും. ദെൻ ഡിസിഷനൊക്കെ സെയിം തന്നെ, കാൽക്കുലേറ്റഡ് വാല്യൂസ് ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ, ദസ് H0 is rejected. ഇവിടെ H0 ആണ്, H0 is rejected. Then calculated values less than table values, H0 is accepted. That normal logic of your ANOVA normal logic ആണ് H0 null hypothesis റിജക്ട് ചെയ്യുന്ന null hypothesis ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് അതിൻ്റെ ടേബിളർ റെപ്രസെൻറ്റേഷൻ ആണ്. ടേബിളിലൂടെ റെപ്രസെൻറ്റേഷൻ നമ്മൾ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ ബിറ്റ്വീൻ ദ കോളം വിത്തിൻ ദ റോക്ക് ഇമ്പോർട്ടൻസ് വരുന്നു. വിത്തിൻ ദ റോസ് റെസിഡ്യൂവൽ SSC C-1, then MSC കാണുന്ന SSC divided by C-1. SSR is a row, this is the degree from R-1, MSR, SSR divided by the R-1. Then residual SCC, C-1 into R-1, MSC, SSC divided by C-1 into R-1. ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ ടേബിളിലേക്ക് വരുന്നുള്ളൂ. Then 2 F ratio വരുന്നു, FCയും വരുന്നു, FR വരുന്നു. FC means MSC divided by the MSE, FR means MSR divided by the MSE. ഈ 2 റേഷ്യോകൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടി വരും. 2-way ANOVA പെർഫോം ചെയ്യുമ്പോൾ 2 റേഷ്യോ ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ, ദാറ്റ്സ് ദ സ്റ്റെപ്സ് റിഗാർഡിംഗ് ദ പെർഫോമിംഗ് ദ കൺസെപ്റ്റ് ഓഫ് ദ 2-way classification of the ANOVA. Okay, there's MSC, MSR and the MSC. 2 ratio, there's FC and the FR. That's 2 ratio ഇവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. Okay, let's see the problem. The following represent the number of the unit of production per day turned out 4 different workers using 5 different types of machine. Okay, on the basis of information, can it be concluded that the mean productivity of the same for the different machine and worker don't different regarding the productivity? ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും, തന്നിരിക്കുന്ന ഡാറ്റ പ്രൊഡക്ഷൻ യൂണിറ്റും വർക്കേഴ്സും തമ്മിൽ റിലേഷൻഷിപ്പിന്റെ ഡാറ്റയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ കാണാൻ സാധിക്കും, ഒരു എണ്ണത്തിൽ തന്നെ 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ പറഞ്ഞു, ഒരു ക്വസ്റ്റ്യൻ തന്നെ 2 ക്വസ്റ്റ്യൻ പോസിബിലിറ്റി വരുന്നുണ്ടെങ്കിൽ അവിടെ 2-way അനാലിസിസ് ഓഫ് ANOVA അപ്ലൈ ആയിട്ട് വരാം. 1-way ആണെങ്കിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഇമ്പോർട്ടൻസ് വരുള്ളൂ. 2-way ആണെങ്കിൽ 2 ക്വസ്റ്റ്യൻ സെയിം ടൈം അവിടെ ചോദിച്ചിരിക്കും. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ പിന്നെ കോളം വൈസ് റോ വൈസും ടോട്ടൽ റെപ്രസെന്റ് തന്നിട്ടുണ്ട്. കോളം വൈസും ടോട്ടൽ ഉണ്ട്, റോ വൈസും ടോട്ടൽ ഉണ്ട്. ദിസ് റോ വൈസ് ടോട്ടൽ ആൻഡ് ദിസ് കോളം വൈസ് ടോട്ടൽ. അപ്പോൾ റോക്കും കോളത്തിന് ഈക്വൽ ഇമ്പോർട്ടൻസ് ഈക്വൽ ഫിൽഡ് ആയിട്ട് കിടക്കാണ്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 2-way ആയിരിക്കും. 2-way ആയിരിക്കും. സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് പ്രൂവ് ചെയ്യാൻ നമുക്ക് 2-way ANOVA ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നോർമലി നമ്മൾ ഹൈപ്പോതിസിസ് ഫ്രെയിം ചെയ്ത് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിസൈഡ് ഇൻ ഹൈപ്പോതിസിസ് അല്ലേ, നമ്മൾ ഹൈപ്പോതിസിസ് ആണ് ഫ്രെയിം ചെയ്യുക. അപ്പോൾ 2 ഹൈപ്പോസിസ് വരും. ദ ഫസ്റ്റ് ഹൈപ്പോ ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് പ്രൊഡക്ടിവിറ്റിയിൽ ഡിഫറൻസ് ഇല്ല, നമ്മൾ പ്രൂവ് ചെയ്യാണ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദർ ഇസ് നോ സിഗ്നിഫിക്കൻസ് ഫോർ വർക്കേഴ്സ് വർക്കേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റിയിലും സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇല്ല. കാരണം 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ 2 ഹൈപ്പോസിസ് ഫ്രെയിം ചെയ്യണം. അപ്പോൾ 2 ഹൈപ്പോസിസ് വന്ന ഓട്ടോമാറ്റിക്കലി നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത് 2-way ANOVA മാത്രമാണ്. അപ്പോൾ 2-way ANOVA റെലവൻസ് അവിടെ വന്നു. ദെൻ നോർമലി ഫൈൻഡ് ഔട്ട് ദ ടി നമുക്കറിയാം, ഓൾറെഡി ടി 112 നമുക്ക് തന്നിട്ടുണ്ട്. ദിസ് എ ഗ്രാൻഡ് ടോട്ടൽ, റോ വൈസ് ടോട്ടൽ ആൻഡ് ദ കോളം, ഇതെല്ലാം കൂടി 112. അതിൻ്റെ 4 തൊട്ട് 2 വരെയുള്ള ഒബ്സർവേഷൻ ടോട്ടലാണ് 112. ദെൻ കറക്ഷൻ ഫാക്ടർ ഐഡന്റിഫൈ ചെയ്യണം. കറക്ഷൻ ഫാക്ടർ ടി സ്ക്വയർ ഡിവൈഡ് ബൈ ആണ്. അപ്പോൾ 112 സ്ക്വയർ ഡിവൈഡ് ബൈ n എത്ര n ഉണ്ടായിരിക്കും? 4, 8, 12, 16, 20 20 എണ്ണം n വരും. നമ്പേഴ്സ് 20 ഉണ്ട് മൊത്തം. കാരണം 4 തൊട്ട് 20 വരെ 2 വരെ 20 ഒബ്സർവേഷൻസ് ഉണ്ട്. അപ്പോൾ 20 112 square divided by the 20, that's a t square divided by, that's 627.2. so that is the correction factor. Then SST ആണ് നമ്മൾ കണ്ടുപിടിക്കുക. SST ആണെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ സ്ക്വയർ ആണ്. 4 തൊട്ട് 2 വരെ ഒബ്സർവേഷൻ്റെ സ്ക്വയർ, അതിന് എന്ത് കുറയ്ക്കണം? കറക്ഷൻ ഫാക്ടർ കുറയ്ക്കണം. സോ 4 2 then പ്ലസ് അവസാനം 2 വരെയുള്ള ഒബ്സർവേഷൻ്റെ സ്ക്വയേഴ്സ് 4 6 7 3 5 8 അങ്ങനെ നമ്മുടെ എല്ലാ ഓപ്ഷൻ 2 വരെയുള്ള സ്ക്വയർ കണ്ട് അതിൽ നിന്ന് കറക്ഷൻ ഫാക്ടർ കുറയ്ക്കണം. The correction factor is 627 minus 2. 627 minus 2. So 692 ആണ് ഇവിടെ സ്ക്വയേഴ്സിൻ്റെ വാല്യൂ വരുന്നത്. ദെൻ മൈനസ് 627.2 64.8 ആണ് നമ്മുടെ SST വരുന്നത്. അപ്പോൾ SST കിട്ടി 64.8. ഇനി അടുത്ത റോക്കാണ് ഇമ്പോർട്ടൻസ്. SSR ആണ് കാണേണ്ടത്. SR കാണുമ്പോൾ നമുക്കറിയാം റോ വൈസ് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു ദർ ഇസ് SSR റോ വൈസിൻ്റെ ടോട്ടൽ കണ്ടതിൻ്റെ ഒബ്സർവേഷൻ ഡിവൈഡ് ചെയ്യണം. സ്ക്വയർ ചെയ്ത് ഒബ്സർവ് റോ വൈസ് ആദ്യത്തെ റോഡ് 25 പിന്നെ 29 36 22. അപ്പോൾ 25 സ്ക്വയർ ഡിവൈഡ് ബൈ എത്ര ഒബ്സർവേഷൻ? 1 2 3 4 5 5 ഒബ്സർവേഷൻ.
25 square divided by the 5 plus 29 square divided by the 5, then 36 square divided by the 5, then 22 square divided by the 5. ടോട്ടൽ നമുക്ക് റെലവൻസ് ഇല്ല, ഒബ്സർവേഷന് മാത്രം റെലവൻസ് കൊടുക്കുള്ളൂ. ഇപ്പോൾ 22. അപ്പോൾ ആ സ്ക്വയർ ചെയ്ത് കറക്ഷൻ ഫാക്ടർ ലെസ്, കറക്ഷൻ ഫാക്ടർ അതിനും കുറയ്ക്കണം. അറിയാം, കറക്ഷൻ ഫാക്ടർ കുറയ്ക്കാൻ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എല്ലാത്തിനും കറക്ഷൻ ഫാക്ടേഴ്സ് കുറച്ചിരിക്കണം. ദിസ് എ കറക്ഷൻ ഫാക്ടർ ടി സ്ക്വയർ ഡിവൈഡ് ബൈ n. നമ്മൾ ചെയ്യുന്നു, നമ്മൾ അതിൻ്റെ വാല്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. 649.2 ആണ് വാല്യൂ വരുന്നത്. ദെൻ മൈനസ് 627.2 നമുക്ക് കറക്ഷൻ ഫാക്ടർ കിട്ടിയിട്ടില്ല, അത് ഓൾറെഡി ലെസ് ചെയ്യുന്നു. 22 ആണ് നമ്മുടെ SSR വരുന്നത്, റോഡ് എലമെൻറ്റ് വരുന്നത് 22 ആണ്. ആൻഡ് സിമിലർലി SSC ഇതേ രീതിയിൽ SSC കാണാൻ വരും. അവിടെ കോളത്തിൻ്റെ ടോട്ടലാണ് 20, 24, 20, 28, then 20. 1, 2, 3, 4 4 ഒബ്സർവേഷനാണ് വരുന്നത്. അപ്പോൾ 20 സ്ക്വയർ ഡിവൈഡ് ബൈ 4 പ്ലസ് 24 സ്ക്വയർ ഡിവൈഡ് ബൈ ദ 4, അങ്ങനെ അവസാനത്തെ കോളം 20 സ്ക്വയർ ഡിവൈഡ് ബൈ ദ 4 മൈനസ് കറക്ഷൻ ഫാക്ടർ. കാരണം എല്ലാത്തിനും കറക്ഷൻ ഫാക്ടറിൽ നമ്മൾ ലെസ് ചെയ്യണം, കറക്ഷൻ ഫാക്ടർ ലെസ് ചെയ്യണം. SSC കാണുമ്പോൾ കറക്ഷൻ ഫാക്ടർ ലെസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ കറക്ഷൻ ഫാക്ടർ ലെസ് ചെയ്യുന്നു. 627.2, സോ വാല്യൂ ഇസ് 640 മൈനസ് 627.2, ദാറ്റ്സ് 12.8. അത് നമ്മുടെ SSC. നമ്മൾ ആദ്യം T കണ്ടുപിടിക്കുന്നു, ദെൻ T സ്ക്വയർ ഡിവൈഡ് ബൈ n കറക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കുന്നു. ദെൻ SST സം ഓഫ് ദ സ്ക്വയേഴ്സ് മൈനസ് കറക്ഷൻ ഫാക്ടർ. ദെൻ SSR റോന്റെ സ്ക്വയേഴ്സ്, ദെൻ മൈനസ് കറക്ഷൻ ഫാക്ടർ. ദെൻ കോളം SSC ഇസ് എ കോളം സ്ക്വയേഴ്സ് മൈനസ് യുവർ ദ കറക്ഷൻ ഫാക്ടർ 12.8. അപ്പോൾ നമുക്ക് SST കിട്ടി, SSR കിട്ടി, SSC കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ SSC കാണാം. SST മൈനസ് SSC മൈനസ് SSR ആണ്. SST മൈനസ് SSC മൈനസ് SSR. നമുക്കറിയാം 64.8 നമുക്ക് കിട്ടിയിട്ടുണ്ട്. 64.8 മൈനസ് ദെൻ 12.8 ഇസ് എ 12.8 ദെൻ 22 അല്ലേ, 22 ആണ് നമുക്ക് വന്നിട്ടുള്ള SSR. മൈനസ് ഇത് കിട്ടുന്നതാണ് നിങ്ങളുടെ SSC. അപ്പോൾ SST മൈനസ് SSC മൈനസ് SSR ആണ് നിങ്ങളുടെ SSC എന്ന് പറഞ്ഞത്. SSC കിട്ടി 30 ആണ്. നമുക്ക് റേഷ്യോ MSC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം SSC എത്രയാണ് കിട്ടിയിരിക്കുന്നത് നോക്കി ഇങ്ങനെ കാണാൻ സാധിക്കും. 12.8 ഡിവൈഡ് ബൈ ദ C മൈനസ് 1. SSC ആണ്, C ആണ്. അപ്പോൾ C മൈനസ് 1 ആണ്. എത്ര കോളംസ് ഉണ്ട്? 1, 2, 3, 4, 5. 5 മൈനസ് 1 ഇസ് എ 4. ദാറ്റ്സ് എ 4, 3.2. ദെൻ SSR കിട്ടിയിട്ടുണ്ട്. SSR നമ്മുടെ 22 ആണ്. SSR നമ്മുടെ നോക്കിയാൽ 22 ആണ്. 22 ഡിവൈഡഡ് ബൈ റോ R മൈനസ് 1. എത്ര റോ ഉണ്ട് നോക്കിയാൽ കാണാൻ സാധിക്കും? 1, 2, 3, 4 4 റോ ഉണ്ട്. അപ്പം 4 മൈനസ് 1 ഇസ് 3, 7.33. ഇനി അടുത്ത് നമ്മൾ MSC കണ്ടുപിടിക്കണം. MSC നമുക്കറിയാം ഫോർമുലാസിൽ അവിടെ തന്നെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. MSC മീൻസ് SSC ഡിവൈഡ് ബൈ C മൈനസ് 1 ഇൻറ്റു R മൈനസ് 1 ആണ്. അപ്പോൾ SSCക്ക് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ദാറ്റ് ഈസ് 30 ഡിവൈഡ് ബൈ C മൈനസ് 1 ഇൻറ്റു R മൈനസ് 1, ദാറ്റ്സ് 12. 4 ഇൻറ്റു 3 ഇസ് 12, 2.50. നമുക്ക് രണ്ട് റേഷ്യോ വരുന്നു. FCയും കണ്ടുപിടിക്കണം അല്ലെ, FCയും കാണണം, FRും കാണണം. FC എന്ന് പറഞ്ഞാൽ MSC ഡിവൈഡ് ബൈ MSC ആണ്. അവിടെ കണ്ടുപിടിച്ചു. MSC ഡിവൈഡ് ബൈ ദ MSC ഇസ് 1.28. Then FR means is MSR divided by the MSC. MSR means you are the 7.33 divided by the 2.50. അതിന് മുമ്പിലത്തെ 3.2 divided by the 2.50. So the two ratio, the FC കോളത്തുമായി കറസ്പോണ്ടിങ് റേഷ്യോ 1.28 ആണ്. ദെൻ റോവുമായിട്ട് കറസ്പോണ്ടിങ് റേഷ്യോ 2.93 ആണ്. കാരണം ഇവിടെ 2 വേ ആണ്, രണ്ട് റേഷ്യോ വരെ FCയുടെയും കാണണം, FRയുടെയും കാണേണ്ടതായിട്ട് വരും. Okay, that is the relevance of the two-way classification. Then അതിനുശേഷം നമ്മൾ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് എലമെന്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഏറ്റവും റെലവൻസ് വരുന്ന എലമെന്റ് ആണ് നിങ്ങളുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ FCD ആണ് നിങ്ങൾ ടേബിൾ വാല്യൂ കാണുകയാണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം C-1 ഇൻറ്റു C-1 ഇൻറ്റു R-1 ആണ്. അപ്പോൾ C-1 എത്ര കോൾ ഉണ്ടെന്ന് നമുക്കറിയാം. എത്ര കോൾ ഉണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1, 2, 3, 4, 5. That's a 4. അപ്പോൾ C-1 is a 4 ഇൻറ്റു C-1 ഇൻറ്റു R-1. അത് നമുക്കറിയാം, നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. C-1 4 - 1 3. ദെൻ അതുപോലെ റോ -1 4 - 1 3. അപ്പോൾ 4 ഇൻറ്റു 3 സോ 12 ആണ് വരാം. അപ്പോൾ അതിൻ്റെ 4ൽ 12 വരുന്ന കറസ്പോണ്ട് ചെയ്യുന്ന വാല്യൂ. ഇനി റോഡ് ആണെങ്കിൽ ഒരു ചെറിയ ചേഞ്ച് സംഭവിക്കുന്നുള്ളൂ. R-1 ദെൻ C-1 ഇൻറ്റു R-1 ആണ്. അപ്പോൾ R-1 നമുക്കറിയാം റോ എന്ന് പറയുന്നത് ഇവിടെ എത്ര റോ ഉണ്ട് ക്വസ്റ്റ്യനിൽ? 4 റോയാണ്. അപ്പോൾ R-1 3 ആയിരിക്കും. ദെൻ 3 ദെൻ അതിനെ കറസ്പോണ്ട് C-1 ഇൻറ്റു R-1 ദാറ്റ് ഈസ് 12.
ഇപ്പോൾ FRും കിട്ടി, FC ഇത് കറസ്പോണ്ട് ചെയ്യുന്ന ടേബിൾ വാല്യൂ എടുക്കുന്നത് ഇതാണ്. അപ്പോൾ 4ൽ 12 വരുന്നതും 3ൽ 12 എന്ന വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് പറഞ്ഞിട്ടില്ല, അപ്പോൾ അസ്യൂം ചെയ്യുന്ന 5%. അപ്പോൾ ടേബിൾ വാല്യൂ നോക്കണം, 4ൽ 12 കറസ്പോണ്ട് ചെയ്യുന്ന വാല്യൂ 3.26, then ഇവിടെ 3ൽ 12 കറസ്പോണ്ട് ചെയ്യുന്ന വാല്യൂ 3.49. ഇനി കമ്പയർ ചെയ്യണത് ഫസ്റ്റ് FCയുടെ കാൽക്കുലേറ്റഡ് വാല്യൂ 1.28 ആണ്, അതിൻ്റെ ടേബിൾ വാല്യൂ 3.26 ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആക്സെപ്റ്റ് ഓർ റിജക്ട്. Calculated value is less than the table value, that means H0 is accepted. And ഇവിടെ FR എന്ന് പറയുന്നത് 2.93 ആണ്, ഇവിടെ table value 3.49 ആണ്. That calculated value is less than the table value, H0 is accepted. Both situation your H0 is accepted. രണ്ട് സിറ്റുവേഷൻ H0 ആക്സെപ്റ്റ് ചെയ്യണം. എൻ്റെ അർത്ഥം there is no significant ഡിഫറൻസുകൾ ഇല്ല എന്നാണ് അവിടെ പ്രൂവ് ചെയ്യണത് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, ഇനി നമുക്ക് ടേബിളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ നേരത്തെ ചെയ്ത ആ ടേബിളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ബിറ്റ്വീൻ ദ സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ട ഈ ടേബിളിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് SSC, SSR, SSC, SST, C-1, R-1, C-1 ആ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ ഒരു ടേബിൾ ഫോമാറ്റിലേക്ക് ഇവിടെ കൊണ്ടുവരണം. ഇത് പറഞ്ഞ കാര്യങ്ങൾ FCയുടെ റേഷ്യോ 1.28, ദെൻ FRൻ്റെ 2.93. അപ്പോൾ അതങ്ങനെ തന്നെ ടേബിൾ ഫോമാറ്റിലേക്ക് കൊണ്ടുവരുന്നു. അത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇവിടെ തൊട്ട് പ്രോബ്ലം എൻഡ് ചെയ്യുന്നു, പക്ഷേ അത് നമ്മൾ ടേബിൾ റെപ്രസെൻറ്റേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റിയിലേക്ക് വരാണ്. അപ്പോൾ ടേബിൾ റെപ്രസെൻറ്റേഷൻ കൊടുത്ത കുറച്ചും കൂടി ക്ലാരിറ്റി നമുക്ക് അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ട് സിറ്റുവേഷനിലും H0 ആക്സെപ്റ്റ് ചെയ്യാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ ഹൈപ്പോത്തസിസ് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മീൻ പ്രൊഡക്ടിവിറ്റി ആൻഡ് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ 4 വർക്കേഴ്സ് പ്രൊഡക്ടിവിറ്റി. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ അപ്ലിക്കബിലിറ്റി ഓഫ് ദ two-way analysis of the variance. Okay, this is the last element, is the tabular representation. Okay, so once again let me conclude. The first we discuss the steps regarding the two-way classification. Two-way ANOVA classification steps ആണ് പറഞ്ഞത്. One of the important elements of two-way is two-way നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന എപ്പോഴാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ രണ്ട് ക്വസ്റ്റ്യൻ സ്പെസിഫൈ ചെയ്ത് കണ്ടാൽ റോക്കിംഗ് കോളത്തിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായത് കണ്ടാൽ നമുക്ക് ആ സിറ്റുവേഷൻ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ആണെന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിഫറൻസ് പ്രൂവ് ചെയ്യാൻ മീൻ വാല്യൂവിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് പ്രൂവ് ചെയ്യാൻ two-way ആണ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പോൾ നോർമലി രണ്ട് ഹൈപ്പോത്തിസ് വരും, കാരണം റോ വൈസും കോളം വൈസും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് രണ്ട് ഹൈപ്പോത്തിസ് വരും. നമ്മൾ കണ്ടുപിടിക്കും ഇത്രയും എലമെന്റ്സ് ആണ് കണ്ടുപിടിക്കുക, MSC, MSR, MSC ഇത് വെച്ചുകൊണ്ട് റേഷ്യോ ഐഡന്റിഫൈ ചെയ്യാം. ദെൻ FC is represent MSC divided by the MSC, then FR represent the MSR divided by the MSC. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വൺ വേ ചെയ്ത് അതേ കാര്യം തന്നെ, ഒരു അഡീഷണൽ സ്റ്റെപ്സ് മാത്രമേ വരുന്നുള്ളൂ, അത് റോയുടെ കേസിൽ മാത്രമാണ്. ദെൻ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാൻ C-1ഉം C-1 R-1 ആണ് FCയുടെ, ആറിൻ്റെ R-1 ദെൻ കോമ C-1 into R-1 ആണ്. ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ക്വസ്റ്റ് തന്നിട്ടില്ലെങ്കിൽ അസ്യൂം ചെയ്യുക 5%. എങ്ങനെ ഡിസിഷൻ എടുക്കും? കാൽക്കുലേറ്റഡ് വാല്യൂസ് ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂസ് റിജക്റ്റഡ്, അങ്ങനെയാണ് H0 നോർമലി റിജക്റ്റ് ചെയ്യും. ദെൻ കാൽക്കുലേറ്റഡ് വാല്യൂസ് ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ H0 is accepted. Okay, then is the table representation of the two-way ANOVA. That is a problem relating the two-way ANOVA. അപ്പോൾ ഈ പ്രോബ്ലത്തിന് രണ്ട് ക്വസ്റ്റ്യൻ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോർമലി നമുക്ക് two-way ക്ലാസിഫിക്കേഷൻ ഓഫ് ANOVA ആണ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പോൾ അതിൻ്റെ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള മെത്തേഡാണ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത്. T² divided by N, then the correction factors SST, SSR, SSC, then SSC, then find out the ratio. That's the MSC divided by MSC, then MSR divided by the MSC. രണ്ട് റേഷ്യോസ് വരുന്നു, കോളം വൈസും റോ വൈസും റേഷ്യോസ് വരുന്നു. രണ്ട് ടേബിൾ വാല്യൂ വരുന്നു, കോളം വൈസും റോ വൈസും ടേബിൾ വാല്യൂസ് വരുന്നു. ഡിസിഷൻ എടുക്കുന്നു, രണ്ട് സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, തന്നെ ടേബിൾ ഫോമാറ്റിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ two-way ക്ലാസിഫിക്കേഷൻ അവയുടെ സ്റ്റെപ്സും അപ്ലിക്കബിലിറ്റിയും. അപ്പോൾ എപ്പോൾ അപ്ലൈ ചെയ്യണം എന്നുള്ള ലോജിക്ക് മാത്രമാണ് നമ്മളിവിടെ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മീ.